സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ അടുത്തായിട്ട് നടന്ന കേരള ബാങ്ക് OA പരീക്ഷയുടെ PSCയുടെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ വരുന്ന LGS പരീക്ഷകൾക്കും അതുപോലെ 10th പ്രിലിമിനറി എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർ ചോദ്യങ്ങൾ പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 147/2024 ആണ്. ആദ്യത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ഇതൊരു എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ആണ്. 1917. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത് ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിൻ്റെതാണ്. ഓപ്ഷൻ സി, നന്ദലാൽ ബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ സി, റൗലറ്റ് ആക്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഓപ്ഷൻ ബി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ സമരം. ഓപ്ഷൻ സി, നിസ്സഹരണ സമരം. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട സംഘടന ഏത്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യൻ നാഷണൽ ആർമി, ക്യാപ്റ്റൻ ലക്ഷ്മി. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? കുളച്ചൽ യുദ്ധം. ഓപ്ഷൻ ഡി ആണ് മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ആരുമായിട്ടാണ് നടന്നത്? കമന്റ് ചെയ്യുക. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടത് മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയത് എവിടെയാണ്? മലബാറിലാണ്. ഓപ്ഷൻ സി, മലബാർ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം. ഏത് പ്രദേശം? മലബാർ. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെന്റ്. ഓപ്ഷൻ ബി, പാർലമെന്റ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. രാജ്യസഭാംഗങ്ങളുടെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 6 വർഷം. ഓപ്ഷൻ സി, 6 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡോക്ടർ BR അംബേദ്കർ. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? പാരീസിലാണ്. ഓപ്ഷൻ എ, പാരീസ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്. ഓപ്ഷൻ ബി, സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ്.
സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ. ഇവിടെ തന്നിരിക്കുന്നത് ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ അമേരിക്ക, റൂർക്കേല ജപ്പാൻ, ഭിലായ് സോവിയറ്റ് യൂണിയൻ. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 ഉം 4 ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ്. ഭിലായ് സോവിയറ്റ് യൂണിയൻ ശരിയാണ്. ബൊക്കാറോ ഒരു ഇരുമ്പുരുക്കുശാല, സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേല ജർമ്മനിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? തന്നിരിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ശരിയാണ്, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം ശരിയാണ്, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം ശരിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ് ഘടനയുടെ സ്വയം പര്യാപ്തത. പഞ്ചവത്സര പദ്ധതി ഏതാണ്? 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ ബി 3-ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? KM പണിക്കർ ആണ്. ഓപ്ഷൻ ഡി KM പണിക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. തുമ്പ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം? G20 ബ്രസീലാണ്. 2024 ബ്രസീൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6 മെഡലുകളാണ്. 6 മെഡലുകൾ. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഹിമാലയൻ നദികളും പോഷക നദികളും ചേരാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബ്രഹ്മപുത്ര, ഗാഗ്ര എന്നതാണ് ചേരാത്തത്. ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? മരുസ്ഥലി ബാഗർ മേഖലകൾ. മരുസ്ഥലി ബാഗർ മേഖലകൾ രാജസ്ഥാൻ സമതലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ സമതലം. ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? മരുസ്ഥലി ബാഗർ മേഖലകൾ, രാജസ്ഥാൻ സമതലം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് വടക്ക് നിന്ന് തെക്കിലേക്ക് ശരിയായിട്ട് ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കണ്ടല, മുംബൈ, മർമഗോവ, മംഗലാപുരം. കഡ്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം. അടുത്ത ചോദ്യം, ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിംഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എവിടെ നിന്നാണ്? റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദിയാണ് ഈപ്ടെൽ എന്നിവ. നദി ഏതാണ്? മഹാനദിയാണ്. അപ്പം മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? മഹാനദിക്ക് കുറുകെയാണ്. മഹാനദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇബ്, ടെൽ എന്നിവയെല്ലാം ഏത് നദിയുടെ പോഷക നദികളാണ്? മഹാനദിയുടെ പോഷക നദികളാണ്. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമുദ്രങ്ങളിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത്, പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത് കൊറമാണ്ടൽ തീരമാണ്. കൊറമാണ്ടല തീരസമുദ്രമാണ്. കൊറമാണ്ടല തീരസമുദ്രം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക.
നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ, മനു ഭാക്കർ വെങ്കല മെഡൽ 10 മീറ്റർ എയർ പിസ്റ്റൽ, സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ്, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ എന്നതാണ്. നീരജ് ചോപ്ര സിൽവർ ആണ് ലഭിച്ചത്, സിൽവർ മെഡൽ. അടുത്തത്, ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ പോളണ്ടും ഉക്രൈനുമാണ്. പോളണ്ട്, ഉക്രൈൻ. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ് UPS? പുതിയ പെൻഷൻ പദ്ധതിയാണ്. പുതിയ പെൻഷൻ പദ്ധതി UPS. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആനന്ദ് ഏകർഷി. ഓപ്ഷൻ സി ആണ് ഉത്തരം. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആനന്ദ് ഏകർഷി. ആനന്ദ് ഏകർഷി. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2011 ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം. 2011 ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം എത്രയാണ്? 1084 ആണ്. 1084. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് മണ്ണാർക്കാടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മണ്ണാർക്കാട്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായൊരു സവിശേഷത എന്താണ്? തന്നിരിക്കുന്ന ജില്ലകൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നിവയാണ്. ഇവയുടെ പൊതുവായ സവിശേഷത എന്താണ്? കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ. അടുത്ത ചോദ്യം 38ാമത്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 38ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ശരിയായത് കണ്ടെത്തി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു. പൂക്കോട് തടാകം കണ്ണൂർ, വെള്ളായണി തടാകം തിരുവനന്തപുരം, അഷ്ടമുടിക്കായൽ എറണാകുളം, ആലപ്പുഴ തിരുവല്ലം കായൽ ആലപ്പുഴ. ഇതിൽ ശരിയായത് ഏതാണ്? ശരിയായത് ഓപ്ഷൻ ബി ആണ്. വെള്ളായണി തടാകം തിരുവനന്തപുരം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. വെള്ളായണി തടാകം തിരുവനന്തപുരം. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടിക്കായലോ? അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. തിരുവല്ലം കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975 വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയാണ്. 1 ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. ശരിയാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ശരിയാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചത് 1976 1976. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾ ഇവിടെ പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു.
പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എറണാകുളം, ഏറ്റവും കുറവ് ഇടുക്കി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എറണാകുളം, ഇടുക്കി. എറണാകുളം, ഇടുക്കി. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 ആണ്. 7. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ഉത്തരം ഓൾ ദ എബവ് ആണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഗഗൻയാൻ ആണ്. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. 2018 പദ്ധതി പ്രഖ്യാപിച്ചത്. ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവർ മറ്റ് സഞ്ചാരികളാണ്. ശരിയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരമാരാണ്? മിന്നുമണിയാണ്. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിലെ ആദ്യത്തെ AI പ്രോസസ്സറാണ് കൈരളി. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം കോഴിക്കോട്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡെക്വർത്ത് അല്ലെങ്കിൽ ലൂയിസ് മഴ നിയമം? ഡെക്വർത്ത് ലൂയിസ് മഴ നിയമം എന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. ക്രിക്കറ്റ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി ആപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയം. തന്നിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ 2ാമത്തെ മണ്ണ് മ്യൂസിയം. കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്നത്. കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ശരിയാണ്. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്ര. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം എന്നത് ദൂരദർശന്റെ ആപ്തവാക്യമാണ്. ദൂരദർശൻ. ജനന സമയത്ത് മനുഷ്യരിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി. ഓപ്ഷൻ ബി ആണ്. 300, 206 ആണ്. 206 300 നിന്ന് 206 ആകുന്നു. അടുത്തത്
മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? തന്നിരിക്കുന്നത് നെല്ലിക്ക, ചീര, മുരിങ്ങയില, മുട്ട എന്നിവയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3 ഇനങ്ങളാണ്. ഏതൊക്കെയാണ്? നെല്ലിക്ക, മുരിങ്ങയില. അടുത്തത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു ലോല ഏതാണ്? പയറാണ്. ഹ്രസ്വ നെല്ല്. സൽകീർത്തി വെണ്ട. ചന്ദ്രശേഖര എന്താണ്? തെങ്ങാണ്. ചന്ദ്രശേഖര തെങ്ങ്. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പവിഴപ്പുറ്റുകളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 മാത്രം പവിഴപ്പുറ്റുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്. അങ്ങാടിക്കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് എന്നത്. ഓപ്ഷൻ എ കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം പ്രിയങ്കയാണ്. കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്തത് അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനമാണ് പ്രിയങ്ക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ക്രോമിയമാണ്. ക്രോമിയം നിറത്തിന്റെ അടിസ്ഥാനത്തിൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ക്രോമിയം. സിങ്കിന്റെ അയിര് കലാമിൻ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. മാർബിളിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യമാണ്. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കാൽഷ്യം. ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നൈട്രജൻ ആണ് കൂട്ടത്തിൽ പെടാത്തത്. നൈട്രജൻ. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താണ്? കാരണം അപവർത്തനമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപവർത്തനം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ആണ്. ബംഗ്ലാദേശില് ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനുസ്. ഖദ്ദർ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഖദ്ദർ കമ്മിറ്റി സ്കൂൾ വിദ്യാഭ്യാസമാണ്. സ്കൂൾ വിദ്യാഭ്യാസം. മലമ്പനി പകർത്തുന്ന വാഹകജീവി ഏത്? മലമ്പനി പകർത്തുന്ന വാഹകജീവി അനോഫിലസ് കൊതുകാണ്. അനോഫിലസ് കൊതുക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ തന്നിരിക്കുന്നു. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും മാംസ്യമാണ്. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി വിറ്റമിൻ സി ആണ്. വിറ്റമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്നത് എന്താണ്? നിശാന്തതയാണ്. നിശാന്തത. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാകുന്നതാണ് കണ. വിറ്റാമിൻ ബി ബെറിബെറി. 2024 ലോകാരോഗ്യ ദിനപ്രമേയം ഏത്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥയാണ് പക്ഷാഘാതം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമേതാണ്? ആർദ്രം മിഷനാണ്. ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആശാഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നന്ദയാണ്. ജഗത് പ്രകാശ് നന്ദ. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുരങ്ങുപനിയാണ്. കുരങ്ങുപനി. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ഹാവിഷ്യൂർ ആണ്. ഹാവിഷ്യൂർ. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ സി. 83 ഓപ്ഷൻ ബി. 84 ഓപ്ഷൻ എ. 85 ഓപ്ഷൻ ഡി. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 87 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 88ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 89ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 91 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 93 ഓപ്ഷൻ സി. 94ാമത്തെ ചോദ്യം ഉത്തരം 94ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 94ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 95ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 13. 96 ഓപ്ഷൻ ഡി ആണ്. 215. 97ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. സ്റ്റേഷനറി. 98 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. പേഴ്സൺ. 99ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 4. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 36. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.